അമ്മ നിധിക്ക് കോഫി കൊണ്ടു കൊടുക്കുകയാണ്. ഒരു കോഫി സാന്ദ്രയ്ക്ക് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സാന്ദ്രനെ അവിടെ കാണുന്നുമില്ല. നിധി പറയും, ഇത് ഞാൻ എടുത്തോട്ടെ അമ്മേ. അമ്മയ്ക്ക് എന്തിനാ? സുധീഷ് എണീറ്റ് കാണും, സുധീഷിന് കൊടുക്കാനാ. നിധി ആ കോഫി കൊണ്ടുപോകുമ്പോൾ അമ്മയ്ക്ക് തീരെ ഇഷ്ടാവുന്നില്ല അത്. അമ്മ സുധീഷിനെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. നിധി അകത്തെത്തുമ്പോൾ സുധീഷിൻ്റെ മുഖത്ത് ഒരു കള്ളത്തരം പോലെ തോന്നും. നിധി ചോദിക്കുമ്പോൾ സുധി പറയും, ഏയ് ഒന്നുമില്ല. നിധി പറയും, ഫോൺ എവിടെ നോക്കട്ടെ. സുധി പറയും, അതിലൊന്നുമില്ല, ഞാനൊരു ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടതാ. നിധി അത് വാങ്ങിച്ചു നോക്കും. അതിൽ സുധിയുടെ ഒരു ഫോട്ടോയും ഭാര്യ വീട്ടിലാണെന്നൊരു ക്യാപ്ഷനും ഉണ്ടാവും. നിധി പറയും, കാണുന്നവരോട് മുഴുവൻ പറയുന്നുണ്ടല്ലോ, അതും പോരാഞ്ഞ് ഇനി ലോകം മുഴുവൻ അറിയിക്കണോ? സുധിക്ക് എന്താ ഭാര്യയല്ലേ? നിധി പറയും, ഞാനിവിടുന്ന് കുറച്ച് അടുത്ത് ഇടപഴകുന്നതുകൊണ്ടാണോ? അതിനൊക്കെ കാരണമുണ്ട്, ഞാൻ പിന്നെ പറഞ്ഞുതരാം. നിധി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ സുധി മനസ്സ് പറയും, ഇവിടെ വന്നതിന് ശേഷം പെരുമാറ്റത്തിലൊക്കെ കുറേ മാറ്റങ്ങളുണ്ട്. ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ടാവും. നിധി സുധിക്ക് ചായ കൊടുത്ത് താഴോട്ട് വരുമ്പോൾ അമ്മ ചോദിക്കും, നീ അവന് കൊണ്ടു കൊടുത്തോ? അവൻ ഇങ്ങോട്ടല്ലേ വരുന്നത്, അവൻ വരുമ്പോൾ കൊടുക്കാൻ എനിക്കറിഞ്ഞൂടെ? നിധി പറയും, അച്ഛന് ചായ കൊടുക്കുന്നത് അമ്മയല്ല, അതുപോലെ ഞാനും കൊടുക്കണ്ടേ? അച്ഛനും അവനും ഒരുപോലെയാണോ? നിധി പറയും, ഞാൻ അവിടെ എത്തുമ്പോൾ അവരെന്നെ അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറ്, അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ ഞാനും അങ്ങനെ ചെയ്യണ്ടേ? അച്ഛൻ പറയും, ഞാനൊരു കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കില്ല മോളെ, എനിക്ക് ആശ്ചര്യം തോന്നുന്നു, ഒരു സൗകര്യമില്ലാത്ത വീട്ടിൽ നീ എങ്ങനെ കഴിയുന്നത്? നിധി പറയും, ഒരു വീടാന്ന് പറഞ്ഞാൽ കെട്ടിടം മാത്രമല്ലല്ലോ, അവളുള്ള മനുഷ്യരുടെ സ്നേഹം കൂടിയല്ലേ. ആദ്യം ചെന്നപ്പോൾ എനിക്കും ആ വീടൊരു ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ആ വീട് എനിക്കിഷ്ടമാണ്. സുധിയാണെങ്കിൽ നിധിയുടെ വീട്ടിൽ പോയ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. നിധിക്ക് ഒരുപാട് മാറ്റം വന്ന പോലെ സുധിക്ക് തോന്നും. സുധി പറയും, ഞാൻ നിധിയൊന്ന് വിളിച്ചു നോക്കാം, എൻ്റെ കീഴിലാണ് നിധിയെന്ന് അവർക്കൊന്ന് തോന്നട്ടെ. സുധി വിളിക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് സുധിക്ക് സൗണ്ട് വരില്ല. പിന്നെ സുധി നിധിന്ന് നീട്ടി വിളിക്കും. അത് കേൾക്കേണ്ട താമസം നിധി ഓടി അങ്ങോട്ട് പോകും. ഇത് അമ്മയ്ക്കൊന്നും ഇഷ്ടാവുന്നില്ല. നിധി ചെന്നിട്ട് സുധിയോട് വയ്ക്കും, എന്താ വിളിച്ചേ? സുധി വയ്ക്കും, ഞാൻ വിളിച്ചോ? പിന്നെ ഇയാളുടെ പ്രേതമാണോ വിളിച്ച്? സുധി വരും, എനിക്കൊന്ന് കുളിക്കേണ്ടിയിരുന്നു, ഹീറ്റർ ഉണ്ടാവുമോ? നിധി പറയും, ഇയാളെന്നും ഹീറ്ററിലെ വെള്ളത്തിലല്ലേ കുളിക്കുന്നത്? അല്ല, ഞാൻ ഇവിടെ എ സിയിൽ കിടന്നിട്ടേ ഭയങ്കര കുളിര്. നിധി പറയും, നോബ് റെഡിലാക്കി വെച്ചാൽ മതി, ചൂടുവെള്ളം കിട്ടും. നിധി ഒരു ടവലും എടുത്ത് കൊടുക്കും. സാന്ദ്ര മോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. നിധിയെ കാണുമ്പോൾ തന്നെ സാന്ദ്ര വയ്ക്കും, എന്താണ് ബോറടിക്കുന്നുണ്ടോ? ഇടത്തേക്ക് എങ്ങനെ മനസ്സിലായി? നിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ? അവിടെ ആണെങ്കിൽ നികേഷ് ഉണ്ടാവും. കോളേജ് കഴിഞ്ഞാൽ അവനുമായിട്ട് ഓരോന്ന് സംസാരിച്ചിരിക്കാം, അല്ലെങ്കിൽ ഷോപ്പിലൊക്കെ പോവും. ഇവിടെ ഞാൻ എന്ത് ചെയ്യാനാ, വെറുതെ ഇരിക്കണം, ടി വി കാണാലോ. നിധി പറയുക, അതൊക്കെ എന്ത് കാണാനാ? സാന്ദ്ര പറയുമെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം. സത്യം? അപ്പോൾ ഇവിടുത്തെ ജോലിയൊക്കെ? ഇന്ന് മുഴുവൻ ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം, നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചുറ്റിക്കറങ്ങി വരാം. ഇത് കേൾക്കുമ്പോൾ നിധിക്ക് സന്തോഷമാവും. എന്നാൽ നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോയാലോ? സാന്ദ്രയ്ക്ക് അമ്പലത്തിൽ പോകാനാണോ? ഞാൻ കരുതി നമുക്ക് ദൂരെ എങ്ങോട്ടെങ്കിലും പോകാമെന്ന് പറയാനാണ്. സുഭാഷാണെങ്കിൽ വീട് പണി തീർക്കുന്നൊരു തിരക്കിലാണ്. കൂടെ ജോലി ചെയ്യുന്ന ബംഗാളി വരുമ്പോൾ കഴിക്കാനൊരു സാധനം സുഭാഷിന് കൊടുക്കും. ഇന്ന് വീട്ടിലൊരാൾ വന്നിരുന്നു എന്ന് പറയും. എന്നിട്ട് അയാൾ അവളെ അങ്ങോട്ട് വിളിക്കുകയാണ്. സുഭാഷ് നോക്കുമ്പോൾ ഒരു സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി. പുള്ളി പറയും, ഇതെൻ്റെ പെങ്ങളാണ്, ഇവിടെ ജോലിയൊക്കെ നോക്കാൻ വേണ്ടി വന്നതാ. സുഭാഷ് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ അയാൾ പറയും, അവൾക്ക് മലയാളമൊന്നും അറിയില്ല. സുഭാഷ് പിന്നെ ഹിന്ദിയിൽ സംസാരിക്കും. അയാൾ പറയും, ഞാൻ അവളെ റൂമിലാക്കിയിട്ട് വരാം. പോകുമ്പോൾ അവൾ സുഭാഷിനെ തന്നെ ഇങ്ങനെ നോക്കും. സുധി കുളിച്ചൊരുങ്ങി നിൽക്കുകയാണ്. ആ സമയത്ത് നിധിയുടെ ഒരു മെസ്സേജ് കാണും, ഞാനും ഇടത്തേയും കൂടെ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന്. ഇത് കാണുമ്പോൾ സുധിക്കാകെ ടെൻഷനാവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇവിടെ നിൽക്കണോ അതോ പുറത്തോട്ട് എങ്ങോട്ടെങ്കിലും പോകണോ? ഇനി അവളുടെ അച്ഛനും ഏട്ടനും കൂടി ഇങ്ങോട്ടെങ്ങനെ കയറി വരുമോ? അച്ഛനും വരുണും ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അമ്മ പറയും, നിധി അമ്പലത്തിൽ പോയി. അച്ഛൻ പറയും, കാറ് ഇവിടെ തന്നെ ഉണ്ടല്ലോ, അവൾക്ക് നടന്നു പോകണം പോലും, മോളെ ഒന്ന് സ്കൂളിലാക്കേണ്ടിയിരുന്നു. അരുണിനോട് അമ്മ പറയും, നിനക്ക് തിരക്കാണെങ്കിൽ ഞാൻ തന്നെ ആക്കിക്കോളാം, പിന്നെ നിധിയെ ഇനി ഇവിടുന്ന് പറഞ്ഞയക്കരുത്. അരുൺ പറയും, ഇനി അവൾ ഇവിടുന്ന് തിരിച്ചു പോവില്ല, അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. അത് കേൾക്കുമ്പോൾ അമ്മയ്ക്കൊരു സമാധാനം തോന്നും. ആ സമയത്ത് സുധി താഴോട്ടേക്ക് വരികയാണ്. അമ്മ പറയും, ഞാൻ മോളെ സ്കൂളിലാക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. അച്ഛൻ പറയും, ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ടാകുമ്പോൾ നമ്മളതോർത്ത് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. സുധിയെ അച്ഛനടുത്തേക്ക് വിളിക്കും. എന്നിട്ട് സുധിയോട് അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അച്ഛൻ. സുധി അതിന് മറുപടി ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ്.